ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയില്ലാതെ ക്രിസ്ത്യാനിക്ക് ജീവിക്കാനാവില്ല. ഒരു ക്രിസ്തു ശിഷ്യന് സ്വജീവനേക്കാൾ ശ്രേഷ്ഠമാണ് വിശുദ്ധ ബലിയർപ്പണം. ട്രെന്റ് സൂനകദോസ് പഠിപ്പിക്കുകയാണ്, ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നത് വെച്ച് ഏറ്റവും ഉന്നതവും പരിശുദ്ധവുമായ പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാനയർപ്പണം. ഈ ബോധ്യം സ്വന്തമാക്കിയ വ്യക്തിയായിരുന്നു വിശുദ്ധ പാദ്രെ പിയോ. വിശുദ്ധ കുർബാനയോട് അതിരക്ത ഭക്തി ഉണ്ടായിരുന്ന വിശുദ്ധ മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വിശുദ്ധ കുർബാനയിൽ ഈശോയോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് ഭൂമിയിൽ നിങ്ങൾ ചെലവഴിക്കുന്ന ഏറ്റവും സുന്ദരമായ സമയം. അതെ, ലോകത്തിൽ ആരെങ്കിലും നമ്മോട് ഏറ്റവും ആനന്ദകരമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ ദിവ്യബലിയുടെ സമയമാണെന്ന് പറയാൻ കഴിയുന്ന വിധം നാം നേടിയെടുക്കേണ്ട ഒന്നാണ് ദിവ്യകാരുണ്യ സ്നേഹം. സ്നേഹമുള്ളവരെ, ഈശോ കാൽവരിയിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗമായി മരിച്ചുയർത്ത രംഗങ്ങൾ ദിവസവും ബലിവേദിയിൽ നാം കാണുകയാണ്. പാദ്രെ പിയെ പോലുള്ള വിശുദ്ധർ കുർബാന മധ്യേ വിങ്ങിപ്പൊട്ടി കരയാൻ കാരണം മറ്റൊന്നും ആയിരിക്കുകയില്ല. അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് തങ്ങൾക്ക് പകരക്കാരനായി തങ്ങൾ ഏൽക്കേണ്ട അടികൾ ഈശോ ഏറ്റുവാങ്ങുന്നതും ചിതറി വീഴുന്ന മാംസഭാഗങ്ങളും ഒഴുകിയിറങ്ങുന്ന രക്തവും അടുത്ത് കാണുകയാണ് ചെയ്തത്. അതാണ് അവർക്ക് അവരുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ പറ്റാതെ അവർ വിങ്ങിക്കരയാൻ കാരണം. ബലിവേദിയിൽ ക്രൂശിലേക്ക് നോക്കി ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്കും ഈ സ്നേഹത്തെ വിട്ടുപിരിയാൻ കഴിയുകയില്ല. ഇവിടെ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ നമ്മളെ ഉയർത്തും. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കണം. ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവൻ നമ്മളെ ഉയർത്തും. ഹൃദയത്തെ പുതുക്കാമെന്നത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. കരിങ്കല്ല് മാംസളമാക്കാൻ ബലിവേദിയിലെ അഗ്നിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രൂപഭാവങ്ങൾ മാറ്റാൻ അഗ്നിക്ക് കഴിയും. ഹൃദയം തകർന്ന അവസ്ഥയിലാണെങ്കിൽ അത് വെച്ചുകെട്ടി സുഖപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദിവ്യകാരുണ്യനാഥൻ. പാപം സമർപ്പിച്ചാൽ അത് കത്തിച്ചാമ്പലാകും. അശുദ്ധിയെല്ലാം അവിടുത്തെ രക്തം കൊണ്ട് കഴുകപ്പെടും. വീണ് തകർന്ന ഒടിവും ചതുവുമായി ചെളി പുരണ്ട മുറിവോടെ ഞരങ്ങുന്നവന് താല്പര്യപൂർവ്വമുള്ള പരിചരണം ബലിവേദിയിൽ നിന്ന്, ദിവ്യകാരുണ്യനാഥിൽ നിന്ന് നമുക്ക് ലഭിക്കും. കണ്ണീർ കണങ്ങൾ ശേഖരിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ. കണ്ണുനീരും അതിന്റെ കാരണങ്ങളും ദിവ്യകാരുണ്യനാഥിന്റെ മുമ്പിൽ സമർപ്പിക്കാം. കണ്ണുനീർ തുടച്ച് ആനന്ദ കണ്ണീർ തന്ന് നമ്മെ അവിടുന്ന് തിരികെ അയക്കും. ഉറപ്പാണ്, ദൈവത്തിന്റെ സ്നേഹം കരുണയായി നമ്മിലേക്ക് ഒഴുകുന്നത് ദിവ്യകാരുണ്യ ബലിവേദിയിൽ നിന്നാണ്, ദിവ്യകാരുണ്യനാഥിൽ നിന്നാണ്, വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തില് ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. ഇത് പൗലോസ് അപ്പസ്തോലന്റെ അനുഭവമാണ്. സ്നേഹമുള്ളവരെ, നമുക്കും വിശുദ്ധ കുർബാന എന്ന പരമോന്നത ആരാധനയിലൂടെ ഈ അനുഭവത്തെ നമുക്ക് സ്വന്തമാക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.